ചെമ്പനപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് രേവതിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയ സമയത്ത് ഷോപ്പിലുള്ള അദ്ദേഹം രേവതിയുടെ മേലെ സാരി വെച്ച് നോക്കിയത് സച്ചിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് കണ്ട സച്ചിക്ക് ദേഷ്യം വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾക്ക് എന്നോട് ഇത്തിരി സ്നേഹമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറയണേ, അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ പറയാണ് രേവതി. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഫെസ്റ്റിവലിന് പോവല്ലേ, അപ്പോൾ നിങ്ങളും കുറച്ച് സന്തോഷത്തിൽ വാ എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ വരാൻ വേണ്ടി പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. നീ കൂടുതൽ കണ്ടീഷനൊന്നും വെക്കാൻ നിൽക്കണ്ട, മിണ്ടാതെ വാ എന്ന് പറയണേ. ഓ ശരി എന്നുള്ള മട്ടിൽ ചിരിച്ചും കൊണ്ട് രേവതി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കാറിൽ. അങ്ങനെ അവരുടെ വണ്ടിയെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വണ്ടി വന്നിട്ട് മുൻപിൽ നിർത്തുകയാണ്. അതിന്ന് 3-4 ഗുണ്ടകൾ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങി വാടാ എന്ന്. എന്താണ് നിങ്ങൾക്കൊക്കെ വേണ്ടതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് വാടകക്കാരല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി അതെ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? വാടകയും കെട്ടിയിട്ടില്ല, പിന്നെ അടയ്ക്കാനുള്ള ഡ്യൂവും കെട്ടിയിട്ടില്ല, അതുകൊണ്ട് മുതലാളി കാർ എടുത്ത് ചെല്ലാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ദിവസമാണ് ഞാൻ കെട്ടാത്തത്, ഞാൻ വന്ന് കെട്ടി. അതൊക്കെ നീ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ അടുത്ത് കാർ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്, മാറി നിൽക്കുമെന്ന് പറയാൻ കേട്ടോ സച്ചിയുടെ അടുത്ത്. ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവളെ അവളുടെ വീട്ടിലാക്കിയിട്ട് ഞാൻ വന്നിട്ട് പണം കെട്ടിക്കോളാം, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല സാറ്, ഞങ്ങളെയാണ് ചീത്ത വിളിക്കുക. ഒറ്റ ദിവസത്തെ അല്ലേ കെട്ടാത്തതുള്ളൂ എന്ന് കരുതിയിട്ട് വഴിയിലിറക്കി വിട്ടിട്ട് കാറുമായിട്ട് പോകാനാണോ പരിപാടി? ഇത് കേൾക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള മറ്റൊരാൾ പറയുന്നുണ്ട് കേട്ടോ, വണ്ടിയിൽ ഒരു പ്രാവശ്യത്തെ വാടകയൊക്കെ തെറ്റുന്നത് സഹജമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ വണ്ടി എടുത്തോണ്ട് പോകുന്നത് എന്താന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അവരുടെ മേലെ വന്നിട്ട് കൈവച്ചിട്ട് പോയാൽ പിന്നെ അവരുടെ കാറ് നിനക്ക് ഓട്ടാൻ തരുമോ? അന്ന് തന്നെ നിന്റെ കാറ് പൊക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷേ സാറ് തന്നെയാ പറഞ്ഞത് നല്ലൊരു അവസരം കിട്ടുന്ന സമയത്ത് കാറ് തിരികെ കൊണ്ടുവന്നാൽ മതിയെന്ന്. ഇതിൽ കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നീ നേരിട്ട് സാറിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞങ്ങളുടെ മുതലാളിയുടെ മേലെ കൈവച്ചിട്ട് നീ ജോളിയായിട്ട് കാറിൽ ചുറ്റിക്കറങ്ങാണല്ലേടാ, മാറി നിൽക്കടാ, കാർ എടുക്കണം എന്ന് പറയണേ സച്ചിൻ്റെ അടുത്ത്. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം കേട്ടോ. തുടർന്ന് സച്ചിയും പറയുന്നുണ്ട് ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം, നിങ്ങളിപ്പോൾ മടങ്ങിപ്പോ. ഇല്ല സച്ചി, കാർ ഇല്ലാതെ മുതലാളി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെയാണ് ചീത്ത പറയാ, നീ വേണമെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് സംസാരിച്ചു. നീ പോയിട്ട് കാർ എടുക്കടാ എന്ന് കൂട്ടത്തിലുള്ള ഒരുത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അയാൾ പോയിട്ട് കാർ എടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ സച്ചി ചെന്നിട്ട് അതിനകത്തുള്ള ബാഗൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആ ഗുണ്ടകൾ കാറായിട്ട് പോവാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരെന്താ ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോഴേക്ക് സച്ചി പറയുന്നത് എല്ലാം നീ കാരണമാണ്, ചോദ്യം ചെയ്യാൻ മാത്രം അറിയാം. അന്ന് ആധാരം അച്ഛൻ്റെ കയ്യിൽ തിരികെ കൊടുത്ത കാര്യം നീ എൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു, പണം അത് വെച്ചിട്ട് എടുക്കാമായിരുന്നു. അതില്ലാത്തത് കൊണ്ട് അയാൾ ഓവറായിട്ട് സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാനും കൈയൊങ്ങിയത്. ഇപ്പോൾ സ്വന്തം കാറും പോയി, പിന്നെ വാടകയ്ക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറ് അവന്മാർ കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ നല്ല ചിരിക്കും, 32 പല്ലും കാട്ടിയിട്ട് നന്നായിട്ട് ചിരിക്കും. അല്ല സച്ചിയേട്ടൻ, ഞാൻ അത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ സച്ചിയേട്ടൻ പുറത്ത് പോയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തിനും ഓരോരോ കാരണങ്ങൾ പറഞ്ഞോളൂ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇപ്പൊ നോക്ക് എങ്ങനെ നാണം കെടുത്തിയിട്ട് നടുറോട്ടിൽ നിർത്തിക്കൊണ്ട് അവന്മാർ കാർ എടുത്ത് പോയത്. ഈ അവസ്ഥയിൽ നിന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പം ഫെസ്റ്റിവൽ ആഘോഷിക്കാത്തതിൻ്റെ ഒരു കുറവുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. തിരികെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താന്നുള്ള കാര്യം അച്ഛൻ അന്വേഷിക്കും. അപ്പോൾ കാറ് പോയ കാര്യം പറഞ്ഞിട്ട് അച്ഛനെയും വിഷമിപ്പിക്കണം. കുഴപ്പമില്ല, നിന്നെയും കൂട്ടിയിട്ട് പോയെന്നുള്ള കാര്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, മിണ്ടാതിരുന്നോണോ. അങ്ങനെ അവരൊരു ഓട്ടോയിൽ കയറിയിട്ട് രേവതിയുടെ വീടിൻ്റെ അവിടെ പോയി ഇറങ്ങുകയാണ്. അങ്ങനെ വീട്ടിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ അടുത്ത വീട്ടിലുള്ള ചേച്ചിയൊക്കെ ഇവരെ കണ്ടിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സച്ചി. അവരുടെ അടുത്തൊന്നും ചീത്ത രീതിയിലൊന്നും സംസാരിക്കുന്നില്ല, നല്ല ഹാപ്പി ആയിട്ട് തന്നെ സംസാരിക്കുന്നു. തുടർന്ന് അതിലുള്ള ആൾ ചോദിക്കുന്നുണ്ട് അച്ഛന് വയ്യാന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്, കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, അച്ഛനെല്ലാം ശരിയായി, ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഹാവു സമാധാനം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് ഇത് നിങ്ങളുടെ ആദ്യത്തെ ഫെസ്റ്റിവൽ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്, അത് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാണ് കേട്ടോ ചേച്ചി. അടുത്ത ദീപാവലിക്ക് കയ്യിൽ ഒരു കുഞ്ഞുമായിട്ട് വരണമെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ പോയിട്ടൊരു കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് ഞങ്ങളെ തൂക്കിക്കൊണ്ട് പോകുന്നു. എന്താ സച്ചി, ഇതിനെ കുറിച്ച് പോലും നിനക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ഒരു കുഞ്ഞു പിറക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല സച്ചി, കാർ എവിടെ, ദൂരെ എവിടെയെങ്കിലും വെച്ചതാണോ എന്നുള്ള കാര്യം ചോദിക്കും. അത് എന്ന് പറഞ്ഞ് സച്ചി തുടങ്ങുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് സർവീസിന് കൊടുത്തിരിക്കുകയാണ്, അത് ഉടനെ തന്നെ വരും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മിയും ദേവും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. വാ സച്ചി മോനെ വാ, നമുക്ക് ഉള്ളിലേക്ക് കയറാം എന്ന് പറയുന്നുണ്ട്. ദേവു നീ ആരതി ഒഴിയെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ എന്താ ഇവിടേക്ക് ആദ്യമായിട്ട് വരികയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ സച്ചി. അതല്ല മോനെ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഒരു ഫെസ്റ്റിവലിന് ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഒരു രീതികളാണെന്ന് പറയുന്നുണ്ട്.
ഞാനെന്തോ വലിയ കാര്യം ചെയ്തിട്ടാണോ വന്നത്? ദാ നിങ്ങളുടെ മോക്ക് ഇട്ടിട്ട് ഒഴിഞ്ഞു കൊടുക്ക്. ഇവള് ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സാധിച്ചിരിക്കുകയാണ്. അവള് കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവൾക്കായിരിക്കും കണ്ണുപെട്ടിട്ടുണ്ടാവുക, അവൾക്ക് എടുത്താൽ മതി എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ദേവി ചെയ്തിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ. അങ്ങനെ ദേവു ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. കയറി വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നത്, അല്ല അമ്മേ, നിങ്ങളുടെ മോള് പഠിക്കാൻ പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല ഈ സ്കൂളിലുള്ള സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ ക്ലാസ് അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് അങ്ങനെ വല്ലതിനും പോകുമല്ലോ, അതിനെന്താടാ പറയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സമ്മർ കോഴ്സ് എന്ന് പറയണേ. അതെ അതെ, അങ്ങനത്തെ എന്തെങ്കിലും ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ, ഓ അപ്പൊ സ്വന്തം ട്രെയിനിങ് ആണല്ലേ, ഞാൻ വിചാരിച്ച് വേറെ എവിടെ നീ പഠിച്ചിട്ട് വന്നാ എന്ന്. എന്തിനെ കുറിച്ച് സച്ചേട്ടാ പറയുന്നതെന്നുള്ള കാര്യം രേവതിയുടെ അനിയൻ ചോദിക്കുന്ന സമയത്ത്, നിന്റെ ചേച്ചി പറയുന്ന കള്ളങ്ങളെ കുളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. വാ തുറന്നു കഴിഞ്ഞാൽ കള്ളം മാത്രമേ വായിന്ന് വരുള്ളൂ. എന്ത് ചെയ്യാനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ എന്ത് കള്ള പറഞ്ഞത്? താഴെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലോ കാറ് വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞിട്ട് നല്ല അടിച്ച് കയറ്റി വിടുന്നുണ്ടായിരുന്നല്ലോ, എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അതെ, കാറ് പോയ കാര്യം അവരുടെ അടുത്ത് എന്തിനാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അയ്യോ സച്ചിയുടെ കാറിന് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അമ്മ അവള് കള്ളം പറയും, ഞാൻ സത്യം പറയാം. എനിക്ക് കല്യാണമായി, അതുകൊണ്ട് എല്ലാം പോയി. ഓൾറെഡി സ്വന്തം കാറ് വിൽക്കേണ്ടി വന്നു, പിന്നെ ഇപ്പൊ വാടക കാറാണെന്നുണ്ടെങ്കിൽ ആ ഫൈനാൻസസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അയ്യോ സച്ചേട്ട എന്തിനാ ഫിനാൻസസ് കാർ എടുത്തിട്ട് പോയെന്ന് ദേവ് ചോദിക്കുമ്പോൾ, അയാളുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നിന്റെ ചേച്ചി ആധാരം എടുത്തിട്ട് അച്ഛന്റെ കയ്യിൽ തിരികെ കൊടുത്തു എന്നുള്ള കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു, എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കണ്ടവന്മാരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. തുടർന്ന് രേവതി പറയുന്നുണ്ട്, അത് വാടക കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു തരും. ഇപ്പൊ നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അമ്മ എന്താ സച്ചേട്ടനെ അവിടെ ഇരുത്തിയിട്ട് നോക്കി നിൽക്കുന്നത്, ചെന്ന് ചായ എടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. തുടർന്ന് രേവതിയുടെ അനിയന്റെ അടുത്ത് അമ്മ പോയിട്ട് ചിക്കനും മുട്ടയൊക്കെ മേടിച്ചുകൊണ്ടിരാൻ പറയുന്നുണ്ട്. ദേവു ആണെങ്കിൽ അമ്മയുടെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടുന്ന് പറഞ്ഞു വിട്ട് രേവതി സച്ചിയുടെ അടുത്ത് പുറത്തേക്ക് വരാൻ വേണ്ടി പറയണേ. എന്തിനാന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അടുത്ത് എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. ഇപ്പോ എന്തിനാ എല്ലാവരും ഓരോ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് എന്നെ മാത്രം തനിയെ കൂട്ടിയിട്ട് വന്നത്? ഓ അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായല്ലേ? അത് മാത്രം അറിഞ്ഞാൽ മതിയോ? വന്നത് മുതൽ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്നെ കൊച്ചാക്കിക്കൊണ്ടിരിക്കല്ലേ? കൊച്ചാക്കിയതല്ല, സത്യമാണ് പറഞ്ഞത്. ഞാൻ മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് ഓരോരോ ഇടാകൂടത്തെ പോയി പെട്ടു, അത് സത്യമാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് എത്ര വേണമെങ്കിലും ചീത്ത വിളിച്ചോളൂ. ഇവിടെ ഇരിക്കുന്നിടത്തോളം സമയം കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കോ. ഞാനിവിടെ സമാധാനപരമായിട്ടല്ലാണ്ട് പിന്നെ ഇവിടെ എന്താ തുള്ളിച്ചടി കളിക്കുകയാണോ? നമ്മൾ വന്നതുകൊണ്ട് അവരെല്ലാവരും സന്തോഷത്തിലാണുള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഇവിടെ ഇരിക്കുന്നിടത്തോളം സമയം അതിനെക്കുറിച്ച് സംസാരിക്കരുത്. എൻ്റെ അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ വിഷമിക്കും, അതുകൊണ്ട് ഇതൊരു വിശേഷ ദിവസമായിട്ട് നിൽക്കില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ, നല്ല ദിവസമായതുകൊണ്ട് അവർ സന്തോഷമായിട്ടിരിക്കണം, അത് സച്ചിയേട്ടൻ്റെ കയ്യിലാണുള്ളത്. രേവതി പോകുന്ന സമയത്ത് നീ നന്നായിട്ട് നടന്നാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോൾ, ഞാൻ ശരിയായിട്ട് തന്നെയാണ് നടക്കുന്നത്, നിങ്ങൾ വന്നതെന്ന് പറയാണ് കേട്ടോ രേവതിയുടെ സച്ചിയുടെ അടുത്ത്. ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് സച്ചി പറയുമ്പോൾ, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കണേ. കാർ എടുത്തോണ്ട് പോയില്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോവാന്ന് പറയണേ. എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, ഈ ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോവാ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചൂടോടെ തന്നെ പോയിട്ട് ചെയ്യണം, ഒരു ദിവസത്തെ വാടകയല്ലേ മുടങ്ങിയിട്ടുള്ളൂ, ഞാൻ പോയിട്ട് കെട്ടിയിട്ട് വരാം. അതിനവർ കാറ് കൊണ്ടുപോയില്ലേ, പിന്നെ എങ്ങനെ പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കാറല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ, 2 കാലുണ്ടല്ലോ. എനിക്ക് പോകാൻ അറിയാം, മാറെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. എന്തെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ, ഈ വീട്ടിലെ ആൾക്കാർ സന്തോഷമായിട്ട് ഇരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം സച്ചിയേട്ടൻ്റെ കയ്യിലുള്ളത്. പോയിട്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടാണ് കേട്ടോ രേവതി ഉള്ളോട്ട് കയറി വരുന്ന സമയത്ത് സച്ചി എവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. കാറ് കൊണ്ടുപോയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയതാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഫോൺ ചെയ്ത സമയത്ത് സച്ചിക്ക് ദേഷ്യമൊന്നുമില്ല, എല്ലാം മാറി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. പക്ഷേ സച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം മാറിയ പോലെ തോന്നുന്നില്ലല്ലോ. അമ്മയ്ക്ക് അവരെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതല്ലേ, ടൈമിന് സ്വഭാവം മാറും. ആ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, നമുക്ക് ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൂട്ടി പോവാണേ. സച്ചി ഫൈനാൻസിൽ അവിടെ എത്തുന്നുണ്ട്. അവിടെ കാറ് കിടക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ തൊടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും 3 ആ പിടിച്ചോണ്ട് പോയ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, കാറ് തൊടരുത് എന്നുള്ള കാര്യം. എന്താടാ തൊട്ടാല്? ഇത്രയും നാള് ഈ വണ്ടി തൊട്ട് ഓടിച്ചിട്ടാണ് ഞാൻ നിന്റെ മുതലാളിക്ക് പണം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ എന്റെ കൈ കൊണ്ട് ഞാൻ ഇത് തൊടാൻ വേണ്ടി പറ്റില്ല. റോഡിൽ നിർത്തിയിട്ട് വണ്ടി എടുത്തോണ്ട് പോയതിന് നിങ്ങൾക്ക് എല്ലാത്തിനും അപ്പം തന്നെ തരേണ്ടതായിരുന്നു. മിണ്ടാതിരുന്നോളം, ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് സച്ചി ഫിനാൻസറിനെ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുമ്പോൾ, ഇപ്പൊ കാണാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണം കേട്ടോ. അത് അവര് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് തട്ടി മാറ്റിക്കൊണ്ട് സച്ചി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങനെ അവരൊന്ന് പറയുന്നത് കേൾക്കാണ്ടിയാണല്ലോ സച്ചി ഉള്ളിലേക്ക് കയറി വരുന്നത്. അത് ഫൈനാൻസറിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താ സച്ചി നിനക്ക് ഇപ്പൊ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കും. സാർ, എനിക്ക് എന്റെ കാറ് തിരിച്ചു വേണം. ഒരു ദിവസത്തെ ഡ്യൂ ഞാൻ കെട്ടിയില്ല, അതുകൊണ്ട് മാത്രമല്ലേ എന്റെ സ്വന്തം കാറ് പോയി. ഞാൻ ഒരു ദിവസത്തെ ഡ്യൂ അല്ലേ കെട്ടാത്തുള്ളതോ, അത് ഞാൻ കെട്ടിക്കോളാം. പ്ലീസ് എനിക്ക് കാറ് തരണം. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പോകുന്ന സമയത്താണ് കാറ് റോട്ടിൽ നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാറ് മേടിച്ചിട്ട് ഒരുമാതിരി പോയത്. എന്താ അപമാനമായോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഫൈനാൻസർ.
കാർ എടുത്തോണ്ട് പോയതിന് നിനക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വന്നിട്ട് എന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കൈവച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയിരിക്കും? സാറിന് പറഞ്ഞ വാക്കുകൾ തെറ്റാണ്. ഇത്രയും കാലത്തെ നിശ്ചയം വെച്ചിട്ട് പോലും സാർ എനിക്ക് കാശ് തന്നില്ല. ശരി, സാർ ഒരു വ്യാപാര മുതലാളിയല്ലേ, അങ്ങനെ തന്നെയായിരിക്കും. എന്നാ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് അത് തെറ്റാണ്. സാറിന്റെ നല്ല സമയം സാർ അത് തെറ്റിച്ചു കളഞ്ഞു. ഇപ്പം കൂടി നീ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതല്ല അല്ലേ? ഞാൻ എന്തിനു നിങ്ങളോട് ക്ഷമ ചോദിക്കണം? എന്റെ അച്ഛനെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചത് നിങ്ങളാണ് എന്റെ അടുത്തുനിന്ന് മാപ്പ് ചോദിക്കേണ്ടത്. അപ്പൊ നിനക്ക് നല്ല രീതിയിൽ പോണെന്നുള്ളതില്ല. നന്നായിട്ട് നീ ജോലി ചെയ്യും, പക്ഷെ നീ എവിടെ എങ്ങനെ നടക്കണം എന്നുള്ള കാര്യം നിനക്കറിയില്ല. ഞാനില്ലെങ്കിൽ നിനക്ക് വരുമാനം കിട്ടില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ല. ഹലോ, എന്റെ കയ്യിൽ എന്റെ തൊഴിലുണ്ട്. അതിനെ വിശ്വസിച്ചിട്ട് എന്നെ വിശ്വസിച്ചാണ് ഞാൻ നടക്കുന്നത്, അല്ലാണ്ട് നിങ്ങളെ വിശ്വസിച്ചിട്ടല്ല. ഈ നിൽക്കുന്ന ഗുണ്ടകളുണ്ടല്ലോ നിങ്ങളുടെ, അവരെ പോലെയാണോ നിങ്ങൾ എന്നെ വിചാരിച്ചത്? നിങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് കൈകെട്ടി നിൽക്കാൻ? എനിക്ക് നിങ്ങൾ തരുന്ന ജോലിയേക്കാൾ എന്റെ മര്യാദയാണ് എനിക്ക് പ്രധാനം. പിന്നെന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനേ കറക്റ്റായിട്ട് വാടക കെട്ടാൻ വേണ്ടിയിട്ട് വന്നത്. ഒരു ദിവസത്തെ മാത്രമല്ലേ മിസ്സായിട്ടുള്ളൂ. ഇതാ എന്ന് പറഞ്ഞിട്ട് ആ പണം എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ കാർ എടുത്തതാ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും സച്ചി നിനക്ക് ഭയങ്കര ധൈര്യം തന്നെയാണ്. എന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നിട്ട് കാറിനെ കുറിച്ച് ചോദിക്കുന്നത് കേട്ടില്ല. എന്റെ വണ്ടികൾ 10 പേര് ഓട്ടുന്നുണ്ട്. അപ്പോ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ധൈര്യം ഉണ്ടാകും? കാറൊന്നും തരാൻ വേണ്ടി പറ്റില്ല, നീ പോവാൻ നോക്ക്. എന്താ തരാൻ വേണ്ടി പറ്റാത്തത്? നീ ചുമ്മായാണോ തരുന്നത്? മാസം മാസം പണം വാങ്ങുന്നില്ലേ? മര്യാദയ്ക്ക് കാറ് തരാൻ വേണ്ടി പറയണേ. അതൊന്നും തരാൻ വേണ്ടി പറ്റില്ല സച്ചി, നീ പോവാൻ നോക്ക്. നീ കാറ് തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് സച്ചി പറയുന്ന സമയത്ത് നിന്റെ കാറ് മാത്രമല്ലേ പോയുള്ളൂ. നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീ എന്റെ കാല് പിടിക്കുക, എന്നാ മാത്രമേ ഞാൻ നിനക്ക് കാറ് തരുള്ളൂ. നിങ്ങളുടെ കാലിലെ എന്റെ തലയിലിരിക്കുന്ന ഒരു മുടി പോലും വീഴില്ല. നീ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ചുറ്റുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാകും. നിങ്ങൾ ഒരാൾ കാറ് തന്നില്ല വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. 1000 പേരുണ്ട് കാറ് തരാൻ വേണ്ടിയിട്ട്. എന്റെ കയ്യിൽ ലൈസൻസും ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്നാ പോവാൻ നോക്കെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ തള്ളിവിടുന്ന രീതിയിൽ പറഞ്ഞു വിടുകയാണ്. പുറത്തിറങ്ങിയിട്ട് സച്ചി പറയുന്നത് അതിൽ കൈവച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ശരിയാക്കും എന്ന് അവനോട് പറഞ്ഞേക്ക്. അവന്റെ വേലയൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്നുള്ള കാര്യം. എന്നിട്ട് സച്ചി അവിടുന്ന് പോവാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്